പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവില്ലാതെ തുടരുകയാണ്. അമേരിക്കൻ ആധിപത്യത്തിനു മുൻപിൽ അടിപതറാതെ ഇറാൻ ചെറുത്തുനിൽപ്പ് തുടരുമ്പോൾ പരിപൂർണ പിന്തുണയുമായി ഉത്തര കൊറിയയും രംഗത്തെത്തുന്നത് ഭീതിയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ലോകം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ സമുദ്രനിരപ്പിൽ പുതിയൊരു യുദ്ധകാഹളം മുഴക്കുകയാണ് ഉത്തര കൊറിയ. തങ്ങളുടെ ഏറ്റവും പുതിയ ചോഹ്യോൺ ഡിസ്ട്രോയറിൽ നിന്ന് വിനാശകാരിയായ ക്രൂയിസ് മിസൈൽ പരീക്ഷിച്ചിരിക്കുകയാണ് കിം ജോങ് ഉൻ. ആണവ പ്രതിരോധം എന്നത് കേവലം ഒരു പദപ്രയോഗമല്ല, മറിച്ച് രാജ്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ കവചമാണെന്നാണ് മിസൈൽ പരീക്ഷണത്തിന് നേരിട്ട് നേതൃത്വം നൽകിക്കൊണ്ട് കിം ലോകത്തോട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാന്റെ ആണവ മുന്നേറ്റത്തെ തടുക്കാനായി യുദ്ധം പ്രഖ്യാപിച്ച അമേരിക്കയ്ക്ക് ഉത്തര കൊറിയ ഇറാൻ കൂട്ടുകെട്ട് എങ്ങനെ വെല്ലുവിളി തീർക്കും എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. അമേരിക്കൻ അപ്രമാദിത്വത്തിനു മുൻപിൽ ഇറാൻ തീർത്ത പ്രതിരോധം കിം ജോങ് ഉന്നിന്റെ ഈ സൈനിക മുന്നേറ്റങ്ങൾ വലിയ തോതിലുള്ള ഊർജ്ജമാണ് പകരുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ലോകസമാധാനത്തെയും ആഗോള സുരക്ഷയെയും ബാധിക്കുന്ന ഘട്ടത്തിലാണ് ഉത്തര കൊറിയയുടെ ഈ പുതിയ മിസൈൽ പരീക്ഷണവും നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ആഭ്യന്തര തീരുമാനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ഉത്തര കൊറിയ രംഗത്തെത്തിയിരുന്നു. സംഘർഷ സാഹചര്യങ്ങൾ രൂക്ഷമായി തുടരുമ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേരെയുള്ള ഉത്തര കൊറിയയുടെ വ്യക്തമായ മുന്നറിയിപ്പായി ഇത് മാറുകയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നീക്കങ്ങൾ പ്രാദേശിക സമാധാനത്തിന് വെല്ലുവിളിയാണെന്ന് ഉത്തര കൊറിയ കടുത്ത വിമർശനം ഉന്നയിക്കുന്നു. ഇറാന് ഉത്തര കൊറിയ നൽകുന്ന പിന്തുണ ആഗോള രാഷ്ട്രീയത്തിൽ രൂപം കൊള്ളുന്ന പുതിയ ശക്തി കേന്ദ്രങ്ങളുടെ ഐക്യത്തിലേക്കാണോ വിരൽ ചൂണ്ടുന്നത് എന്നതും ശ്രദ്ധേയമാണ്. തങ്ങളുടെ പരമാധികാരത്തിൽ വിദേശ ശക്തികളെ കൈകടത്താൻ അനുവദിക്കില്ലെന്ന ഇറാന്റെ കടുത്ത നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ പുതിയ ചേരിതിരിവുകൾക്ക് ആക്കം കൂട്ടുമെന്നാണ് വിലയിരുത്തൽ. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ കടുത്ത തിരിച്ചടിയാണ് ഇറാൻ GCC രാജ്യങ്ങളിലേക്കടക്കം നടത്തുന്നത്. ഖമീനിയുടെ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ മകനായ മുജ്തബ ഖമീനി ഇറാന്റെ പരമോന്നത നേതാവായി നിയമിച്ചതും അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇറാനിൽ തങ്ങൾക്ക് സ്വീകാര്യമായ ഭരണകൂടത്തെ മാത്രമേ അംഗീകരിക്കൂ എന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. ഇറാന്റെ ഭരണഘടനയും രാഷ്ട്രീയ സംവിധാനത്തെയും ദുർബലപ്പെടുത്താനുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ശ്രമം അംഗീകരിക്കാനാകില്ലെന്നാണ് ഉത്തര കൊറിയയുടെ നിലപാട്. അമേരിക്കയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം പതിറ്റാണ്ടുകളായി സംഘർഷഭരിതമായിരുന്നു. ഉത്തര കൊറിയയുടെ ആണവ പദ്ധതി അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്ക നടത്തിയിരുന്നു. എന്നാൽ അമേരിക്കയുടെ ഉപരോധങ്ങളും നയതന്ത്ര സമ്മർദ്ദങ്ങളും ഉൾപ്പെടെയുള്ള നടപടികൾ കാര്യമായ ഫലമുണ്ടായിരുന്നില്ല. യുദ്ധമുടൻ അവസാനിപ്പിക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇറാനിൽ ഇനി ലക്ഷ്യം വെക്കാൻ പ്രായോഗികമായി ഒന്നും അവശേഷിക്കുന്നില്ലെന്നും തനിക്ക് എപ്പോൾ വേണമെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാമെന്നുമാണ് ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നത്. അതേസമയം തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ അംഗീകരിച്ചാൽ മാത്രമേ സമാധാനത്തിന് തയ്യാറാകൂ എന്നാണ് ഇറാന്റെ പക്ഷം. ഇറാനിലെ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം കാണുക, തുടരാക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് രാജ്യാന്തര തലത്തിൽ ഉറപ്പു നൽകുക, ഇറാന്റെ പരമാധികാരത്തിന് മേൽ കടന്നുകയറ്റം പാടില്ല എന്നീ 3 ഉപാധികളാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം ഇപ്പോൾ നമ്മുടെ അടുക്കളകളെ വരെ ബാധിച്ചു തുടങ്ങി എന്നതും ശ്രദ്ധേയമാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ രാജ്യത്ത് വാണിജ്യ സിലിണ്ടറുകളുടെ ക്ഷാമം രൂക്ഷമാവുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ നിലവിലെ സംഘർഷാവസ്ഥ തുടർന്നാൽ ലോകവിപണിയെ കാത്തിരിക്കുന്നത് വൻ പ്രതിസന്ധിയാണെന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ നിലവിലെ സംഘർഷ സാഹചര്യങ്ങളിൽ മാറ്റം വരികയും സമാധാന അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യേണ്ടത് ലോകത്തിന്റെ മുഴുവൻ ആവശ്യമാണ്. എന്നാൽ അമേരിക്കയും ഇസ്രായേലും ഇറാനും കടുത്ത നിലപാടുകളുമായി മുന്നോട്ടു പോകുമ്പോൾ സമാധാനം അകലെയാണ്. ഇറാന്റെ സൈനിക ശേഷിയും ആണവ പദ്ധതിയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ ആക്രമണം ആരംഭിച്ചത്. യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ ഉത്തര കൊറിയയും എത്തുന്നു എന്നതും ലോകം ഭീതിയോടെയാണ് വീക്ഷിക്കുന്നത്.